ആയിഷക്കാരുടെ പ്രത്യേകത പ്രത്യേകത എല്ലാവരോടും സ്നേഹമായിട്ടും പെരുമാറും. എന്തുണ്ടെങ്കിലും കുടിക്കുകയും മേടിക്കുകയും പലതരം കറികളൊക്കെ ഉണ്ടാക്കും, ഞങ്ങൾക്ക് ഇതൊക്കെ തരും, ഞങ്ങളും കൊടുക്കും. ഒരു വീട് പോലെ എൻ്റെ ഒരു സഹോദരിയെ പോലെ എന്നെ പെരുമാറിയിരുന്നു. ഒരു വിഷമം വന്നാൽ ഓടി വരും, തീർച്ചയായിട്ടും. ഞങ്ങളും അതുപോലെ തന്നെയായിരുന്നു. അതുപോലെ ഈ മക്കളെ പോലെ തന്നെയല്ലേ ഇപ്പൊ മക്കളെ പോലെ ഈ ആയിഷക്കാട് മോനും ഒക്കെ ഇപ്പൊ പറയുന്ന പോലെ അല്ലെ, ആയിഷക്കാട് ആ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടല്ലേ? ഈ ആയിഷക്ക ഇപ്പൊ കാണാതില്ല എന്ന് കേട്ടപ്പോ അമ്മയ്ക്ക് എന്നാ തോന്നുന്നു? ഭയങ്കര പ്രയാസമായി. എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് എന്തോ രസമൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവില്ല. അങ്ങനെ പോയി കഴിയുമ്പോൾ പോകാൻ പൈസ ഇല്ല. അവർക്ക് പെൻഷൻ കാക്കനാടായിരുന്നു. അപ്പോൾ എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയും, എല്ലാ കാര്യങ്ങളും എന്നോട് പറയും. ഞാനും ഇവിടെ മുകളിലൊരു ഉമ്മ ഉണ്ടായിരുന്നു, ഞാൻ മരിച്ചു പോയി. അവർ ഞങ്ങളുടെ അടുത്ത് എന്തുണ്ടെങ്കിലും പറയും. അപ്പോൾ പൈസ ഇല്ല, എല്ലാവരും വീടൊക്കെ പണിയാൻ കാരണം അവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്തുനിന്ന് 10 രൂപ ചോദിച്ചു, അവിടുന്ന് 10 രൂപ മേടിച്ചു കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പെൻഷൻ മേടിക്കാൻ. എനിക്കും കാക്കനാടാണ് വിളിക്കും. അപ്പോൾ ഞാൻ പെൻഷൻ മേടിക്കാൻ വരുമ്പോൾ അമ്മാമ്മയെ വിളിക്കാം, എൻ്റെ അമ്മാമ്മനെ വിളിക്കാൻ എല്ലാവരും വിളിക്കാം. അപ്പോൾ വരുമ്പോൾ എന്നെ വിളിച്ചു. ആ ദിവസം അവർ ആയിഷ വന്നു. ഞാൻ പെൻഷൻ മേടിച്ചു. എനിക്ക് കാശ് ഒന്ന് കണ്ടതാ, പിന്നെ കണ്ടിട്ടില്ല. ലാസ്റ്റ് കാണുന്ന ഒരുപാട് വിഷമങ്ങളൊക്കെ ആയിഷക്ക പറയുമായിരുന്നോ അമ്മയോട്? ഒക്കെ മനുഷ്യനല്ലേ, നമുക്ക് എല്ലാവർക്കും എനിക്കും ഉണ്ടാവും, സാറിനും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവില്ലേ പ്രയാസം. അതൊക്കെ കുറേ പ്രയാസങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട്. പാവം. ഒത്തിരി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്നുള്ള അറിവല്ലേ ഉള്ളൂ, പഴയ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. മക്കളൊക്കെ വലിയ കാര്യം തന്നെയായിരുന്നു. എന്തുണ്ടെങ്കിലും ഒരു പെൻഷൻ മേടിക്കാനൊക്കെ പോകുമ്പോൾ അവിടെ നിന്നേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുമായിരുന്നു. ആലപ്പുഴയിലായിരുന്നു ആദ്യം പെൻഷൻ. അവിടുന്ന് പെൻഷൻ മേടിച്ച് അവിടുന്ന് സാധനങ്ങൾ മേടിച്ച് കൊണ്ടുവരും. ഇത്ര സ്നേഹത്തിലൊക്കെ കഴിഞ്ഞിരുന്നു. അവിടെ കൊണ്ടുവരുന്നു. ഞങ്ങളോട് വളരെ സ്നേഹമായിരുന്നു, ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് സൊസൈറ്റിയിലായിരുന്നു, അടപ്പള്ളി സൊസൈറ്റിയിലായിരുന്നു. ഞങ്ങൾ ഒരു 8 വർഷത്തോളം പോയുള്ളൂ ജോലിക്ക്. ഞാൻ DC ഒക്കെ പാസ്സായതാണ്. SSLC, പിന്നെ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇതൊക്കെ കഴിഞ്ഞാണ്. പിന്നെ കുട്ടിയായി, പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റല്ലേ അറിയാമല്ലോ ജോലിയുടെ ഭാരം. അതുകൊണ്ട് കൊച്ചിന് എനിക്കും അമ്മയില്ല, അദ്ദേഹത്തിനും അമ്മയില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ജോലി വേണ്ടാന്ന് വെച്ചതാണ്. ഈ ആയിഷക്കാട് ഭർത്താവൊക്കെ ആയിട്ട് പരിചയമുണ്ടോ? ഭർത്താവ് കൂടെ വന്ന് കുറേ നാൾ കഴിഞ്ഞ പിന്നെ ഭർത്താവ് കൂടെ വന്നത് തോന്നുന്നു. അപ്പം ഉണ്ടാവും പരിചയം എന്ന് വെച്ചാൽ അങ്ങനെ പുള്ളിക്കാരനങ്ങനെ അധികം സംസാരിക്കാറില്ലാരോട്. പ്രകൃതമല്ല. ഞാൻ കണ്ടാൽ ചിരിക്കും, ഭർത്താവ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം, അത്രേ ഉള്ളൂ. ഈ കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ ആരാ കൂടുതലായിട്ട്? ഉമ്മ ആയിഷക്കായിരുന്നോ അതോ പുള്ളിക്കാരനായിരുന്നോ? പുള്ളിക്കാരനൊന്നും ഉണ്ടായില്ല. ആയിഷ കുറച്ച് നാളല്ലേ വന്നപ്പോൾ പരിപാടിയാനൊക്കെ സഹായിച്ചു പുള്ളിക്കാരനും അങ്ങനെയൊക്കെ. അല്ലാണ്ട് ഉത്തരവാദിത്തം മുഴുവൻ ഇവർക്ക് തന്നെയായിരുന്നു. അല്ല, മജീദ് അങ്ങനെ അവർ പിന്നെ കുറച്ച് നാളല്ലേ ഉണ്ടായുള്ളൂ ഇവിടെ. അപ്പം അവരവിടെ ഇല്ലായിരുന്നു, ജോലിയൊക്കെയായിരുന്നു. ഞങ്ങൾക്ക് അത്രയും കൂടുതൽ വീടൊന്നുമില്ല, ഇത്രയും ഇവിടെ വന്നേ പിന്നെയുള്ള പരിചയമല്ലേ ഉള്ളൂ. ഒരു വീട് പോലെ കഴിഞ്ഞിരുന്നു. അതെ, ഞങ്ങൾ അങ്ങനെ തന്നെ, അവരും അങ്ങനെ തന്നെ ആയിരുന്നു, എപ്പോഴും അങ്ങനെ തന്നെ കഴിയുന്നത്. അപ്പോൾ ഇനി ഈ ആയിഷക്ക ജീവിച്ചിരിപ്പണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അതോ എന്താ അമ്മയ്ക്ക്? എനിക്കറിയില്ല എൻ്റെ സാറേ. ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമായി പോയി കേട്ടപ്പോൾ. ഇവരെ ആണെങ്കിൽ എല്ലാവരും അന്വേഷിച്ചു പിടിക്കേണ്ടൊക്കെ ഉണ്ടായിരുന്നു. എന്താണെന്ന് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു പെൻഷൻ ഓഫീസിൽ ചെന്ന് ചോദിക്കുക, അപ്പോൾ പെൻഷൻ മേടിക്കേണ്ടെങ്കിൽ ആൾ ജീവിച്ചിരിക്കേണ്ടെന്ന് അറിയാമല്ലോ. അവരന്വേഷിച്ചു എന്നാണ് പറയണേ, എനിക്കറിയില്ല അതിനെപ്പറ്റി. ഇഷ്ടമായിരിക്കും. 2012 തൊട്ട് കാണാതെ 13 വർഷമായില്ലേ? നല്ലൊരു സ്ത്രീയായിരുന്നു, നല്ല സ്നേഹമായിരുന്നു ഞങ്ങളോട്, എല്ലാവരോടും, അയൽവക്കക്കാരോടും എല്ലാവരോടും വളരെ സ്നേഹത്തിലെ പെരുമാറിയായിരുന്നു. അവർ മക്കളായാലും മക്കളോടും അതെ, മക്കൾക്കും അങ്ങനെ തന്നെയായിരുന്നു. ഈ ആരെങ്കിലും ആയിഷക്കയെ ചതിച്ചതെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ? അറിയില്ല കേട്ടോ. എനിക്ക് കൂടുതൽ അവരുടെ ആളുകളായിട്ടൊന്നും നമുക്കിപ്പോൾ ബന്ധമില്ല, പരിചയമില്ലല്ലോ. നമുക്ക് ഇവിടെ നിന്നുള്ള പരിചയം മാത്രമേ ഉള്ളൂ. നീ ആയിഷക്ക വരുമെന്ന് തോന്നുന്നുണ്ടോ? വന്നാൽ നല്ലത്. വരുന്നതിനിപ്പോൾ എങ്ങനെയൊക്കെ കഥകളൊക്കെ ഓരോന്ന് കേൾക്കുമ്പോൾ സെബാസ്റ്റിൻ്റെ കാര്യമൊക്കെ അറിയുമ്പോൾ പോയെന്നുള്ളതാണ് അറിയുന്നത്. അച്ഛനും പോയി, അമ്മയും പോയി. എന്നാലും ആത്മാവ് എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിക്കും. നമ്മളിനി ചിലപ്പോൾ അങ്ങോട്ടുള്ള ചെല്ലുമ്പോൾ അവിടെ എങ്ങാനും മറ്റു കണ്ടാണ്, അല്ലാണ്ടെങ്ങനെ
പഴയ ഓർമ്മയൊക്കെ എന്താ ഇഷാക്കായിട്ട് ചേർന്നുള്ള കാര്യം? ചെന്ന് വെച്ചാൽ എന്നെ എവിടെ പോയാലും എന്നെ വിളിക്കും, കാണും, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും, എന്തെങ്കിലും ഉണ്ടാക്കിയാൽ കൊണ്ടുതരും, ഞങ്ങളും കൊണ്ടുതരും. അങ്ങനെ സൗഹാർദ്ദമായിട്ട് സ്നേഹത്തോടുകൂടി പെരുമാറിയായിരുന്നു. ഒത്തിരി നേരം വർത്താനമൊക്കെ പറയാറുണ്ടോ അമ്മയെ കാണുമ്പോഴത്തേക്ക്? ഒത്തിരി വർത്താനം പറയും. ഇവിടുന്ന് പോയിട്ടും എന്നെ വിളിക്കുമായിരുന്നു. സംസാര സമയത്തൊക്കെ എങ്ങനെയാ പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു? അവരെല്ലാം ഉണ്ടാക്കും, അവർക്കെല്ലാം അറിയാം. അതിലിവിടെ കൊണ്ടുവരികയൊക്കെ ചെയ്യും. ഉണ്ടാക്കിയ ചില വിഭവങ്ങളൊക്കെ ഇവിടെ കൊണ്ടുതരാറുണ്ട്. പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുതരും. ഞങ്ങൾ അയൽവക്കാർക്കൊക്കെ നമ്മളും അതുപോലെ വിഷു നമുക്ക് ഓണം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളും കൊടുക്കും. അങ്ങനെ ഒരു കുടുംബമായിട്ടാണ് ഞങ്ങളെല്ലാവരും കഴിയുന്നത്. അന്നും അതെ ഇന്നും അതെ. മക്കളും ഒക്കെ തമ്മിൽ നല്ലൊരു ബന്ധം, നല്ല ബന്ധം തന്നെ. അന്നും അതെ ഇന്നും അതെ. അവർ പോയെന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം. എങ്ങനെയായാലും ഒന്ന് തിരിച്ചു വന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ കാണാമായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നല്ലോണം പോയെങ്കിൽ നല്ലോണം പോട്ടെ, നല്ല ദൈവമേ കിടത്താതെ പോയല്ലോ, അങ്ങനെ ഞാനും വിശ്വസിക്കുന്നതാണ്. നല്ലൊരു മരണമായിരുന്നു. അല്ലാതെ നല്ലൊരു മരണമാണെന്ന് വിചാരിക്കുന്നു. ഞാനും അങ്ങനെ വിചാരിക്കുന്നു. ദൈവമേ അധികം കിടത്തി ആരെയും ബുദ്ധിമുട്ടിക്കരുത്, മക്കളെയും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ. ആരെങ്കിലും ആയിട്ട് നമ്മുടെ ജീവിതം കളയുവാണെങ്കിൽ നമുക്ക് വിഷമമുണ്ടാകും. അതെ, അവർക്കും വിഷമമല്ലേ, നമ്മുടെ വീട്ടിലുള്ളവർക്കും വിഷമമാണല്ലോ അത്. അങ്ങനെയൊന്നും ഉണ്ടാകരുതെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ശരി അമ്മ, ഒത്തിരി സന്തോഷം കേട്ടോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.